നരഭോജിക്കടുവ ചത്തെങ്കിലും വയനാട്ടിലെ ജനങ്ങളുടെ ഭീതി ഒഴിയുന്നില്ല. അവരുടെ ആശങ്ക ഒഴിവാക്കാൻ ആക്ഷൻ പ്ലാനുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. വനാതിർത്തികളിൽ RRT സംഘം പരിശോധന നടത്തുന്നു. വ്യാഴാഴ്ച വരെ 6 മേഖലകളായി പരിശോധന തുടരും. വയനാടിന്റെ നോർത്ത് സൗത്ത് വനാതിർത്തിയിൽ 6 മേഖലകളായി തിരിച്ച് പെരുന്തട്ട, പുൽപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങളിലാണ് RRT വിദഗ്ധ സംഘം പരിശോധന നടത്തുന്നത്. ചത്ത കടുവയ്ക്ക് വനത്തിൽ മറ്റേതോ കടുവയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ആണോ പരുക്കേറ്റത് എന്ന ആശങ്ക പരിസരവാസികൾക്കുണ്ട്. നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് മുഖ്യ ലക്ഷ്യം. അവർക്ക് ഭയപ്പാടുകൾ ഇല്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് മന്ത്രി AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നു മുതൽ RRT പരിശോധനയ്ക്ക് ഇറങ്ങിയത്. വ്യാഴാഴ്ച വരെ പരിശോധന തുടരും. വനാതിർത്തിയിലും കടുവയുണ്ടെന്ന് സംശയിക്കുന്ന മേഖലകളിലും ആണ് പരിശോധന നടത്തുന്നത്. വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ പരിശോധനയിലൂടെ സാധിക്കുമെന്നതും വനംവകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്. ഡ്രോൺ അടക്കമുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. നസ്രാണിക്കാട് ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ആനയെ ജനവാസ മേഖലയിൽ നിന്നും അകറ്റി നിർത്തുക എന്ന ലക്ഷ്യം കൂടി RRT സംഘത്തിനുണ്ട്. അതേസമയം വയനാടിന്റെ വനാതിർത്തിയിൽ പല ഭാഗത്തും കടുവയുടെയും പുലിയുടെയും പന്നിയുടെയും ആക്രമണങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാവുന്നുണ്ട്. ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക കൂടിയാണ് പരിശോധനയുടെ ലക്ഷ്യം. പരിശോധന കൂടാതെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനും വന്യമൃഗ സാന്നിധ്യം പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും 1000 ലൈവ് ക്യാമറകൾ സ്ഥാപിക്കും. നബാർഡിന്റെ സഹായത്തോടെ 15 കോടി രൂപ ചെലവഴിച്ച് സോളാർ ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കും. കൈരളി ന്യൂസ്, വയനാട്.